ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഒരു കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് റീമ. ഞാൻ തോപ്പുംപടിയിൽ നിന്ന് വരുന്നു. 2022 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. 36 വർഷമായിട്ട് ഞങ്ങൾക്കൊരു സ്ഥലപ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേയധികം ആളുകൾ കോംപ്രമൈസിന് നോക്കിയെങ്കിലും അവർ ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളും മരിക്കും നിങ്ങളും മരിക്കും എന്നാലും ഒപ്പിട്ട് തരില്ല എന്നുള്ള ഒരു കണ്ടീഷനിലായിരുന്നു അവർ. ലാസ്റ്റ് ഞങ്ങൾ കോടതിയിൽ പോയി കേസ് ഫയൽ ചെയ്തു. അപ്പോൾ കൊറോണ വന്ന കാരണം കോർട്ട് അവധിയായിരുന്നു. അങ്ങനെ ഒരു രക്ഷയില്ലാണ്ട് വന്നപ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് 2.5 മാസമായപ്പോൾ തന്നെ, ഉടമ്പടി 3 മാസമാണല്ലോ, 2.5 മാസമായപ്പോൾ തന്നെ അവർ കോംപ്രമൈസിന് സമ്മതിച്ചു. അങ്ങനെ 36 വർഷമായിട്ടുള്ള ഞങ്ങളുടെ സ്ഥലപ്രശ്നം മാതാവ് മാറ്റിത്തന്നു. അതേപോലെ തന്നെ ഞാൻ BEd കഴിഞ്ഞിട്ട് 2006 BEd കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് ഓരോ പ്രാവശ്യവും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുമ്പോൾ എനിക്ക് ലീവ് വേക്കൻസിയിൽ നിന്ന് ഓരോ സ്കൂളുകളിൽ നിന്ന് എന്നെ വിളിക്കുമായിരുന്നു. എനിക്ക് 4 കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ പ്രഗ്നൻസി പിന്നെ അവരുടെ കെയറിങ് അതൊക്കെ കാരണം ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വരുമായിരുന്നു. അത് കാരണം എനിക്കൊരു സ്ഥിര ജോലി ലഭിച്ചിരുന്നില്ല. അപ്പോൾ 4ാമത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ചു, മാതാവ് എനിക്കൊരു സ്ഥിര ജോലി നൽകി അനുഗ്രഹിക്കണമെന്ന്. അങ്ങനെ 4ാമത്തെ ഉടമ്പടിയിൽ മാതാവ് എനിക്ക് ഒരു എയ്ഡഡ് സ്കൂളിൽ ഒരു ഗവൺമെൻറ് ജോലി നൽകി അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഈ പരീക്ഷകൾക്കൊക്കെ പോകുമ്പോൾ ഞാൻ മാതാവിൻ്റെ എണ്ണ പേനയിൽ പുരട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ 60 പേര് എഴുതിയ പരീക്ഷയിൽ 10 പേരിൽ പെടാനും അതിൽ നിന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞ് എനിക്ക് ജോലി ലഭിക്കാനും സാധിച്ചു. അതുപോലെ തന്നെ ജോലി കിട്ടിയിട്ടാണെങ്കിലും സാധാരണ എല്ലാ ടീച്ചേഴ്സിനും 2 വർഷവും 3 വർഷവും കഴിയുമ്പോഴാണ് സാലറി പാസ്സാവണത്, അപ്പോയിൻമെൻറ്റ് പാസ്സാവണമെന്ന് പറയും. പക്ഷേ മാതാവിൻ്റെ കരുണയാൽ ഒരു 8 മാസമായപ്പോൾ തന്നെ എനിക്ക് ഡെയിലി വേജസിൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സായി. എനിക്കും എൻ്റെ കൂടെ കയറി എല്ലാവർക്കും അങ്ങനെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അപ്പോയിൻമെൻറ്റ് പാസ്സായി. അതുപോലെ തന്നെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു കുട്ടികളെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ദിവ്യബലി അർപ്പിച്ചിട്ട് അവരെ സ്കൂളിൽ വിടണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ സ്കൂൾ ടൈമിങ്ങുമായിട്ട് ഒരിക്കലും ചേരൂലായിരുന്നു. അപ്പോൾ സ്കൂള് തുറക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ എഴുതി, എൻ്റെ മക്കൾ പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയാൽ മതിയെന്ന് ഞാൻ എഴുതിയായിരുന്നു. അപ്പം അതിൻ്റെ ഫലമായിട്ട് എങ്ങനെയാണെന്നറിയില്ല, ആ വർഷം സ്കൂളിൽ ടൈം ചേഞ്ച് വന്ന് ഇവർ പള്ളിയിൽ പോയി ദിവ്യകാരുണ്യം സ്വീകരിച്ച്, ഞാൻ പറയും കഴിയാൻ നിൽക്കേണ്ട, കുർബാന സ്വീകരിച്ച് കുരിശ് വരച്ചിട്ട് ഇറങ്ങിക്കോളാൻ പറയും. അവരപ്പം തന്നെ ഇറങ്ങും. അവർ വന്ന് നിൽക്കലും വാൻ വരും, അവർ കയറിപ്പോവും. അതെനിക്ക് വലിയൊരു, ബാക്കി എന്ത് ഭൗതിക ഇതിനെക്കാട്ടും എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അതായിരുന്നു. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ എനിക്ക് ഈ നമ്മൾ ജോലിക്ക് കയറിയെങ്കിലും പിന്നെ ഒരു എക്സാം ഉണ്ടായിരുന്നു, കൂളെന്ന് പറഞ്ഞിട്ട്. ആ എക്സാം എഴുതിയാലേ നമ്മുടെ ഫുൾ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ആ എക്സാം വരുന്ന സമയത്ത് ഞങ്ങൾ ഈ ജോലി കിട്ടുന്നതിന് മുമ്പ് ഒരു ടൂറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മക്കൾ എപ്പോഴും പറയും, ആകെ ഈ ടൂറ് ഒരു വേളാങ്കണ്ണി മാത്രമുള്ളതെന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ആഗ്രഹിച്ചായിരുന്നു ഗോവയ്ക്ക് ടൂർ ബുക്ക് ചെയ്തത്. പക്ഷേ ഈ എക്സാമും ടൂറും കൂടി ഒരേ ഡേറ്റിന് വന്ന്. എക്സാം എഴുതിയില്ലെങ്കിൽ ജോലിക്ക് പ്രശ്നവും, ടൂറ് പോയില്ലെങ്കിൽ അത്രയും പൈസയായി നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്താൽ. അപ്പോഴും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്, മാതാവേ ആ കുട്ടികൾ എന്തോരം ആഗ്രഹിച്ചത് ആ ടൂറിന് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ കാറ്ററിംഗ് സർവീസാണ്. അപ്പോൾ ഞങ്ങൾക്ക് ശനി ഞായറും കൂടി എപ്പോഴും തിരക്കായിരിക്കും. പണികളാരണം പുറത്തോട്ടൊന്നും പോകാൻ പറ്റൂല, വല്ലപ്പോഴൊക്കെ ഒന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എക്സാം മാറിപ്പോയി. അടുത്ത മാസത്തോട്ട് എക്സാം മാറ്റി തന്നു മാതാവ്. ടൂറും സമാധാനമായിട്ട് ഒരാഴ്ച ടൂറൊക്കെ പോയിട്ട് വരാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ കുമ്പസാരം ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. അതുപോലെ ഞാൻ ഈ 5 പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മളെ ടച്ച് ചെയ്യുന്ന വേർഡ്സൊക്കെ ഉണ്ടല്ലോ, ആ വചനങ്ങളും ഈ പ്രാർത്ഥനയോടൊപ്പം ചൊല്ലുമായിരുന്നു. ഞാൻ റിപ്പീറ്റായിട്ട് ചൊല്ലുമായിരുന്നു. അതൊരു വലിയൊരു അനുഗ്രഹമാണെന്ന് എനിക്ക് തോന്നുന്നു. ജോലി കിട്ടുന്നതിന് ആ വചനങ്ങൾ ഏറ്റുപറയുന്നത് എന്നെ വലിയധികം അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത്, എനിക്ക് ഹോസ്പിറ്റലിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ഫുഡ് കാറ്ററിങ്ങിൽ കുറേ ഫുഡ് ബാലൻസ് വരും. അപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത് ബാക്കി വേണ്ടത്. എന്നാലും ഞാൻ അതെല്ലാം കവറിലാക്കി കുറേ ഫ്രീസറിൽ വെക്കും, കുറേ ആളുകളെ വിളിച്ചു കൊടുക്കും. അങ്ങനെ കുറേ പേര് വന്ന് 12 മണിക്കൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. എന്നിട്ടും ബാക്കിയുള്ളത് പിറ്റേ ദിവസം രാവിലെ ഞാൻ വണ്ടിക്ക് കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊടുക്കും. അതുമാത്രമേ എനിക്ക് കാരുണ്യ പ്രവർത്തികളായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നന്ദി. മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരു കോടി നന്ദി. സങ്കീർത്തനങ്ങൾ 16-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നു, കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്, വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മുടെ ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോൾ
നമുക്ക് അവകാശമായി തരുന്നത് ഈശോയുടെ തിരുരക്തവും നിത്യതയുമാണ്. തിരുരക്തവും തിരുശരീരവും നിത്യജീവനുമാണ് നമുക്ക് ഉടമ്പടിയിൽ നിത്യമായി നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് നമുക്ക് നന്ദി പറയാം. റീമ പീറ്ററിൻ്റെ ഈ മനോഹരമായ സാക്ഷ്യത്തിന് നാം നന്ദി പറയാൻ കടപ്പെട്ടിരിക്കുന്നു. കാരണം മകളുടെ ആവശ്യങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരുന്ന വലിയ വലിയ നിയോഗങ്ങളാണ്. മകൾ പറയുകയായിരുന്നു, എൻ്റെ മക്കൾക്ക് എല്ലാ ദിവസവും കുർബാന സ്വീകരിച്ചുകൊണ്ട് കുർബാനയിൽ ബലിയർപ്പിച്ചുകൊണ്ട് സ്കൂളിൽ പോകാനുള്ള ഒരു കൃപ നൽകണമേ എന്ന് എൻ്റെ ഒരു വലിയ പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. അതിൻ്റെ ഒരു വലിയ ഭാഗ്യം അവർക്ക് ലഭിച്ചു. കുർബാന കഴിയുന്നതോടുകൂടി കുർബാന സ്വീകരണം കഴിഞ്ഞാൽ ഉടനെ സ്കൂൾ വാൻ വരുന്നു. അവർ സ്കൂളിലേക്ക് പോകുന്നു. വളരെ നല്ല ഒരു തുടക്കമാണ് അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. സാധാരണഗതിയിലൂടെ സാക്ഷ്യം പറയുമ്പോൾ മാതാപിതാക്കൾ പറയും, ഞങ്ങളെന്നും പോകാറുണ്ട്, കുട്ടികൾക്ക് പോകാൻ പറ്റാറില്ല, അവർക്ക് സമയമില്ല, അവർക്ക് പഠിക്കാൻ. പക്ഷേ ഈ മാതാപിതാക്കൾ മക്കളെ നിത്യതയിലേക്ക് ഒരുക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്ക് നന്ദി പറയാം. അവരുടെ വളരെ 36 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു വലിയ മുടങ്ങിക്കിടന്നിരുന്ന ഒരു സ്വത്ത് ഭാഗിക്കുന്ന ഒരു പ്രശ്നം മാതാവ് ഇടപെട്ട് അത് വളരെ ഭംഗിയായി സമാധാനപൂർവ്വം അവർക്ക് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. ഏതൊരു പ്രശ്നങ്ങൾക്കും വളരെ കുറച്ച് സമയം മാത്രമേ പരിശുദ്ധ അമ്മയെ ആശ്രയിച്ചാൽ ആവശ്യമായി വരുന്നുള്ളൂ. അതുപോലെ തന്നെ സഹോദരിക്ക് ഒരു ഗവൺമെൻറ് ജോലി 18 വർഷമായിട്ട് ഒരു സ്ഥിര ജോലി ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ സ്ഥിരമായി ഒരു ഗവൺമെൻറ് ജോലി നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. തൻ്റെ 5ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ തനിക്കുള്ള എല്ലാ കാര്യങ്ങളും വളരെ യാഥാസ്ഥാനപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ സാക്ഷ്യം പറയുന്നു. സഹോദരി പറയുകയുണ്ടായി, എനിക്ക് ഈശോയ്ക്ക് ചെയ്യാനായിട്ടൊന്നും സാധിക്കുന്നില്ല, പക്ഷെ വലിയൊരു കാര്യമാണ് ഈ സഹോദരി ചെയ്യുന്നത്. ഇവരെ കാറ്ററിങ്ങിലുള്ള ഫുഡ് ബാക്കി വരുന്നതെല്ലാം അവർ ഒരു വലിയ ഫ്രീസറിൽ വെച്ച് രാത്രി 12 മണി വരെ കൊടുക്കും. അത് കഴിഞ്ഞ് ഫ്രീസറിലുള്ള ഫുഡ് പിറ്റേ ദിവസം അവർ കൊടുത്ത് അവസാനിപ്പിക്കുമെന്ന വലിയൊരു കാരുണ്യ പ്രവൃത്തിയാണ്. അതൊട്ടും ചെറുതല്ല. അതിനു വേണ്ടിയുള്ള ക്ഷമയും മറ്റുള്ളവരെയുള്ള കരുതലുമൊക്കെയാണ് അവർക്ക് പരിശുദ്ധ അമ്മ നൽകിയിരിക്കുന്ന വലിയ ജീവിത സമ്പത്തായിട്ട് നമുക്ക് ഏറ്റുപറയേണ്ടത്. നമുക്ക് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ റീമ പീറ്ററിന് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വലിയ കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.